ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ശ്രീ കെ രാധാകൃഷ്ണൻ എം പി ചൂണ്ടിക്കാട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കേരളം മുന്നോട്ട് പോയതാണോ കുറ്റം ആയി കാണുന്നത്? വയനാട് എന്തെങ്കിലുമൊക്കെ കിട്ടും ന്യായമായുമെന്ന് കരുതിയ ഒരു കാര്യമാണ്. ഇനി കേരളത്തോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൂടി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് കണ്ടുപോയൊരു പ്രദേശമാണല്ലോ. അപ്പോൾ അതിന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയതാണ്. അതിനുമില്ല. കേരളം കൂടുതൽ തകർന്ന് കാണണം എന്നാഗ്രഹിക്കുന്നവരാണോ ഇവിടെ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ പോയി ഇരിക്കുന്നത്? അതായത് ശരി, ഇവിടെ കേരളത്തിനൊന്നും കൊടുത്തില്ല എന്ന് പറയുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ ഇവിടെ ഒന്നും കിട്ടിയില്ലേ എന്ന് പറയുന്നു. ശരി, ഇപ്പം ഈ ബജറ്റിന്റെ അകത്ത് പരാമർശിച്ച ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാർ മാത്രമാണ്. BJP ഭരിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങൾ, ഇവിടുത്തെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് BJP-യാണ്. BJP-യും NDA-യുമാണ്. അതിൽ ബാക്കി എന്താ ഒരു സംസ്ഥാനങ്ങളെ പറ്റിയും പറഞ്ഞില്ല. BJP ഭരിക്കുന്ന ഗുജറാത്തിനൊന്നുമില്ല. നിങ്ങളുടെ ഈ ഒരു കണക്കനുസരിച്ച് ഗുജറാത്തിനില്ല, മധ്യപ്രദേശിനില്ല, ഉത്തർപ്രദേശിനില്ല, ഉത്തരാഖണ്ഡിനില്ല, ഒറീസയ്ക്കില്ല, ഈ പറഞ്ഞ അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു ആന്ധ്രാപ്രദേശിനില്ല, തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടിനില്ല, കർണാടകയ്ക്കില്ല. ഈ സംസ്ഥാനങ്ങൾ ഏതെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വിടും. BJP പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ. അല്ല, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്നുള്ളതല്ല, BJPക്ക് ഏതെങ്കിലും തരത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ബീഹാറിനെ മാത്രം ഉപയോഗപ്പെടുത്തി ബീഹാറിൻ്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാം ബീഹാറിന് വാരിക്കോരി കൊടുക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റ്. ഇത് ബീഹാറിൻ്റെ സംസ്ഥാന ബഡ്ജറ്റ് പോലെയുണ്ട്.